ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടോ? 4 വീടുകളുടെ വ്യത്യസ്തമായ ഡിസൈനിലും ബഡ്ജറ്റിലും വരുന്ന 4 കിച്ചൻ്റെ ഡിസൈൻസ് ആയിരുന്നില്ലേ അത്? അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആ ഒരു 4 വീടിൻ്റെയും വ്യത്യസ്ത ബഡ്ജറ്റിലും വ്യത്യസ്ത ഡിസൈനിലും വരുന്ന 4 ഡൈനിങ് ഹാളും ലിവിങ് ഹാളും കൂടി അടങ്ങുന്ന ഹാളിൻ്റെ ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ 4 കാണാനും. അതുപോലെ തന്നെ ചിലത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ഒത്തിരി മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്തതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഇന്നലത്തെ വീഡിയോ കാണാത്ത ആൾക്കാരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ളോഗ്സ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ വീട്. ഒത്തിരി മനോഹരമായ ഡിസൈനിൽ വരുന്ന ഈ വീടിന്റെ ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മൾ ആദ്യം എത്തുന്നത്. ഇവിടെ ലിവിംഗ് ഏരിയയിലായിട്ട് എൽ ഷേപ്പിലായിട്ട് തന്നെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ട് ആയിട്ടുള്ള സീറ്റർ തന്നെയാണ് കേട്ടോ. നടുക്കായിട്ട് ഒരു കാർപ്പറ്റ് കൊടുത്തിട്ട് അതിലായിട്ടാണ് ടീ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തുള്ള വിൻഡോയിലായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി ഇവിടുത്തെ ഷോവാള് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് സിമെന്റ് ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടാണ് കേട്ടോ. അതിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു അറബിക് കാലിഗ്രഫി ഡിസൈനും ഒരു വോൾ ലൈറ്റ് കൂടി കൊടുത്തപ്പോൾ നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട്. ഇനി ഇവിടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ജസ്റ്റ് സ്റ്റെയറിനെ ഒക്കെ ഒന്ന് പാർട്ടീഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടീഷൻ വോള് പോലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. മൈക്കിലും മൾട്ടിവുഡിലൊക്കെയാണ് ഡിസൈനിങ് ഒക്കെ വരുന്നത്. ഡീറ്റെയിലിംഗ് വീഡിയോ ഒന്ന് കണ്ടുനോക്കൂട്ടാ. ഇനി ഇവിടെ സീലിംഗ് സിമ്പിൾ ആയിട്ടാണെങ്കിലും ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഡൈനിങ്ങിന്റെ എൻട്രൻസിലേക്ക് വരുമ്പോൾ ആ വോളിലായിട്ട് തന്നെ ഒരു വിൻറ്റേജ് ക്ലോക്ക് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വരുന്ന മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ കയറി വരുമ്പോൾ നമ്മുടെ ഫോയറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 2 ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഡൈനിങ്ങിലേക്ക് പോകൂലേ അവിടെ ആ പാർട്ടീഷന്റെ ഇവിടെ ഈ ഭാഗത്ത് വോളിലായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ഫ്ലവർ കേസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഒത്തിരി മനോഹരമായിട്ടാണ് ഡൈനിങ്ങും ഒരുക്കിയിട്ടുള്ളത്. ടേബിൾ വന്നിട്ട് 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിക്കാണ് കേട്ടോ. ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് ഒക്കെ നോക്കിയേ നല്ല ഭംഗിയില്ലേ അത് വന്നിട്ട് കാണാനും. ടേബിളിനോട് മാച്ച് ആയ തരത്തിൽ തന്നെ ഇതുപോലെ നോർമൽ ഡിസൈനിൽ വരുന്ന 6 ചെയേഴ്സും ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ മൾട്ടിവുഡിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഷോക്കേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് കിച്ചണിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന രീതിക്കാണ് കേട്ടോ ആ ഷോക്കേസിന്റെ ഒരു ഡിസൈനിങ്. കൂടാതെ ഈ ഭാഗത്ത് ഷോവാള് ആ ഒരു സിമെന്റ് ടെക്സ്ചർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഫ്രെയിം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോയിലായിട്ടും നോക്കിയാൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. കൂടാതെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടാണ് ക്ലാരി ടൈലാണ് കേട്ടോ ആ ഒരു വോളിൽ കൊടുത്തിട്ടുള്ളത്. നടുക്കായിട്ട് LED ലൈറ്റ് മിററും കൂടാതെ വാഷ് ബേസിനും താഴെ സ്റ്റോറേജ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ ഒരു ഭാഗം കാണാൻ. അവിടെ പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഇതുപോലെ നല്ല വലിയൊരു അക്വേറിയം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സും കൂടാതെ നല്ല ഭംഗിയിലാണ് കേട്ടോ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗ് ഒക്കെ ഒത്തിരി സിമ്പിൾ ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലൊരു പ്ലേ ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മളിത് രണ്ടാമത്തെ വീടിന്റെ ഡൈനിങ് ഹാളും ലിവിംഗ് ഹാളും ഒക്കെ ആണ് കേട്ടോ പരിചയപ്പെടുന്നത്. ഈ വീട് വന്നിട്ടും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു വീട് തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കയറി വരുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഫ്ലോറിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഒത്തിരി മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ലിവിംഗ് ഏരിയയും ഒരുക്കിയിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് ഒരുപാട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫ സീറ്റർ ആണ് കേട്ടോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കയറി വരുമ്പോൾ തന്നെ നേരെ കാണുക ഈ വോളിലായിട്ട് കൊടുത്തിട്ടുള്ള 3 നിഷ് ഡിസൈൻസ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഉള്ളിലായിട്ട് ഇതുപോലെ ഫ്ലവർ കേസും കൂടാതെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഇതുപോലെ സിമ്പിൾ ആയിട്ട് LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടുന്ന് ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഡൈനിങ് ഏരിയയിൽ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ സ്റ്റെയറിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അതിന് താഴെ ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടേബിൾ വന്നിട്ടും നല്ല ഭംഗിയിൽ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് വരുന്നത്. ചെയറൊക്കെ വന്നിട്ട് നോർമൽ ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി ഇവിടെ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട്. അതിലായിട്ടും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ആ ഒരു ഭാഗത്ത് സീലിംഗിലായിട്ട് ഇതുപോലെ ലൈറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. കൂടാതെ ഈ ഒരു കോർണറിലായിട്ടാണ് ഇവിടെ വാഷ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. നല്ല ഭംഗി മൾട്ടിവുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ LED ലൈറ്റ് മിറർ കൊടുത്തിട്ടുണ്ട്. ഇടക്കായിട്ട് ആ സൈഡിലായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ഷെൽഫ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. കൂടാതെ മെയിൻ ഹൈലൈറ്റ് ആ ടിഷ്യൂ വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത ബോക്സ് നോക്കിയേ. കൂടാതെ സ്റ്റോറേജ് ഒക്കെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ.
ഈ വീടിന്റെ ഡീറ്റെയിലിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ഇതേ നമ്മുടെ മൂന്നാമത്തെ വീട് പരിചയപ്പെടല്ലേ. ഈ വീട് വന്നിട്ടും ഒത്തിരി ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു വീടാണ് കേട്ടോ. ഇതിന്റെ ഹോള് വന്നിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗി ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ കാണുന്നതിൽ മെയിൻ ഹൈലൈറ്റ് ഈ ഹോൾ തന്നെയാണ്. ഇതേ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത്. ഇവിടെ ഡോറിന്റെ അവിടെ ഇതുപോലെ GIയിൽ സേഫ്റ്റി ഡോറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെപ്പോഴും ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളിത് ആദ്യം തന്നെ എത്തുന്നത് ഇവിടുത്തെ ലിവിങ് ഏരിയയിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫ സീറ്ററാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലൂ ഷെയ്ഡിൽ ഇത് നല്ല കംഫർട്ട് ആയിട്ടുള്ള സോഫ സീറ്റർ തന്നെയാണ്. നടുക്കായിട്ട് ഇതാ ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ടേബിൾ കൂടി വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഫാബ്രിക്കിൽ വരുന്ന റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വോളിലായിട്ട് ഇന്റീരിയർ ഡെക്കേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഒരു സ്റ്റോറേജ് ഷെൽഫ്സ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. നമ്മുടെ സ്റ്റെയറിന്റെ ആ ഒരു ഭാഗമില്ലേ, അവിടെ സ്റ്റെയറിന്റെ താഴെ ഇതുപോലെ ഒരു പാറ്റിയോ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഇരിക്കാനുള്ള സ്പേസും കൂടാതെ മെയിൻ ഹൈലൈറ്റ് ഇതായി ഈ കാണുന്ന വാട്ടർഫോൾസ് ആണ് കേട്ടോ. നല്ല ഭംഗിയിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും അതുപോലെ തന്നെ ആ ഒരു വാട്ടറിൻ്റെ ആ ഒരു ഡിസൈനിങ് ഒക്കെ നോക്കി നല്ല ഭംഗിയില്ലേ അത് കാണാനായിട്ട്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ പറയാനും നിങ്ങൾ മറക്കല്ലേ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇവിടെ സ്റ്റെയറിൻ്റെ ഭാഗം വരുന്നുണ്ട്. ഈ ഓപ്പോസിറ്റ് വോളിലായിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഈ വീടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഹോളൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടോക്കണേ. അപ്പോൾ ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ TV യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു ഹൈഡിങ് ഷെൽഫൊക്കെ വരുന്നുണ്ട്. ഇനി ഇവിടെ സീലിംഗ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഹോള് ഒരു അത്യാവശ്യം ഒരു റിച്ചിൽ ചെയ്തതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ബോറാക്കാത്ത രീതിക്കാണ് കേട്ടോ സീലിംഗിലെ ഡിസൈനൊക്കെ വരുന്നത്. LED ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. ശേഷം നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ്. അവിടെ ആ ഒരു എൻട്രൻസിലായിട്ട് തന്നെ ഒരു അറബിക് കാലിഗ്രഫി ഡിസൈനും വിൻറ്റേജ് ക്ലോക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഡൈനിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത്. അത് വന്നിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ. സീലിംഗ് ആയാലും ആ ഒരു ടേബിള് ചെയറൊക്കെ വന്നിട്ടും അടിപൊളി തന്നെയാണ്. പ്ലെയിൻ ആയിട്ട് ഗ്ലാസ് വരുന്നത് 8 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ്. ചെയർ വന്നിട്ട് അത്യാവശ്യം റേറ്റ് ഒക്കെ വരുന്ന കുഷ്യൻ ടൈപ്പിൽ വരുന്ന 8 ചെയേഴ്സ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മളിത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കിച്ചണിൽ നിന്ന് ഫുഡ് സെർവ് ചെയ്യാനും അതുപോലെ കിച്ചണിലേക്ക് ഒരു ഷോ കിട്ടുന്ന രീതിക്ക് തന്നെ ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ വിൻഡോന്റെ 2 വശത്തായിട്ടും 3 പരഗോള ഡിസൈനും വരുന്നുണ്ട്. പരഗോള ഗ്ലാസ് ഡിസൈൻ ആണ് കേട്ടോ. റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയന്റെ ആ ഒരു യൂണിറ്റ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റെയറിന്റെ ആ ഒരു പാർട്ടീഷൻ വോളിന്റെ ഭാഗത്താണ് ഇത് വരുന്നത്. മൾട്ടിവുഡിലാണ് ലൈറ്റ് വരുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ താഴെ വാഷ് ബേസറും സ്റ്റോറേജും അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഈ ഭാഗത്ത് CCTVന്റെ ഒരു യൂണിറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നടുക്കായിട്ട് നോക്കി ആ ഒരു സ്റ്റോറേജിന്റെ സ്പേസും ആ ഒരു ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ. ഇവിടെ സീലിംഗ് ആണെങ്കിലും ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലോങ് വീഡിയോ ഒന്ന് കണ്ടുനോക്കണേ. ഇനി നമ്മൾ അവസാനമായിട്ട് പരിചയപ്പെടുന്നത് ഒരു വെറൈറ്റി ലുക്കിൽ എക്സ്റ്റീരിയർ ഡിസൈനും ഒപ്പം ഇന്റീരിയർ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആവുന്ന രീതിക്ക് എന്നാൽ ഒട്ടും ഭംഗിക്കുറവ് വരുത്താതെ ചെയ്ത ഒരു വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ. ഇതേ നമ്മൾ ലിവിങ് ഏരിയയിലേക്കാണ് ആദ്യം തന്നെ കയറിയിട്ടുള്ളത്. ഇവിടെ ലിവിങ്ങിലായിട്ട് ഇതുപോലെ നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു സോഫ സീറ്റർ L ഷേപ്പിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സോഫ സീറ്ററിന്റെ 2 വശത്തായിട്ടും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫാബ്രിക്കിൽ റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസും കൊടുത്തിട്ടുള്ളത്. ഇനി സോഫയുടെ നേരെ ഓപ്പോസിറ്റ് വോളാണ് കേട്ടോ ഇവിടുത്തെ ഷോ വാളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിമെന്റ് ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റിനുള്ള ഒരു സ്പേസും ഡ്രോയറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വുഡൻ ലൂവേഴ്സ് ഡിസൈൻ വരുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് തന്നെ സീലിംഗിലായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് ഒരു വശത്തായിട്ട് ആ ഒരു സെയിം ടെക്സ്ചർ പെയിന്റും കൂടാതെ LED ലൈറ്റ്സും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ എൻട്രൻസിന്റെ ഭാഗത്ത് ഇതുപോലെ വുഡൻ പാനലിങ്ങും കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഒത്തിരി ഭംഗിയായിട്ട് ഇവിടെ സ്റ്റെയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ട് തന്നെ നമ്മുടെ ഡൈനിങ്ങും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ടേബിളിന്റെ അറേഞ്ച്മെന്റ്സ്. ഈ ടേബിൾ ഏകദേശം ഒരു 19,000 രൂപയൊക്കെ
വന്നിട്ടുണ്ടാവും കേട്ടോ. ചെയർ വന്നിട്ട് ഒരു ചെയറിന് ഏകദേശം 6000 രൂപ വരുന്ന രീതിക്ക് ഇതാ നല്ല കുഷ്യൻ ടൈപ്പിലാണ് ചെയർസ് വന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ സ്റ്റെയർ നല്ല ഭംഗിയിൽ, ഈ ഹോളിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെയർ ഏരിയ ഒക്കെ ആണ് കേട്ടോ. അതിന്റെ ഈ ഒരു ഭാഗത്തുള്ള വിൻഡോസിലായിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. കൂടാതെ ഇതേ നമ്മുടെ സ്റ്റെയറിന്റെ താഴെയായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇതേ ഒരു കുഞ്ഞു ഒരു കോട്ടിയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് മാറ്റും കൂടാതെ വൈറ്റ് പേപ്പിൾസും നല്ല ഭംഗിയിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഒക്കെ കൊടുത്തിട്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് തന്നെ ഒരു സിറ്റിംഗ് ഏരിയ കൂടി വരുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ ഒക്കെ കൊടുത്തിട്ട് അവിടെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ വാഷ് ഏരിയന്റെ സെറ്റിംഗ്സ് ഒക്കെ വരുന്നത്. ഇനി നമ്മുടെ സീലിംഗും സിമ്പിൾ ആയിട്ടും എന്നാൽ നല്ല ഭംഗിയിൽ വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് വരുന്നത്. കൂടാതെ നമ്മുടെ സ്റ്റെയർ ഇല്ലേ ആ ഒരു ഭാഗം വന്നിട്ട് ഇതുപോലെ സീലിംഗ് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാഷ് ഏരിയന്റെ ഭാഗത്ത് ഇതുപോലെ ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസിന്റെ ഒക്കെ ഒരു പാർട്ടീഷൻ വോള് വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഇതാ ഓവൻ ഷേപ്പിൽ LED ലൈറ്റ് മിററും താഴെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസും വൈറ്റ് കളറിലാണ്, താഴെയായിട്ട് സ്റ്റോറേജും വരുന്നുണ്ട്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ വീടിന്റെ എല്ലാ സെറ്റിംഗ്സും. നിങ്ങൾക്ക് ഈ 4 വീടിനെ കുറിച്ചും എന്താണ് അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്നുള്ളതും കൂടി പറയണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടോക്കാനൊന്നും മറക്കണ്ട കേട്ടോ. നമ്മുടെ ഈ ചാനലിന് മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏത് സാധാരണക്കാരനും നിർമ്മിക്കാൻ കഴിയുന്ന രീതിയിൽ ഒത്തിരി വീടുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒപ്പം വളരെ ഡിസൈനിങ് ഒക്കെ കൂടിയ നല്ല ലക്ഷറി തീമിൽ വരുന്ന വീഡിയോസ് ആണെങ്കിലും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.